ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആനക്കുഴിക്കര സൂപ്പർ ലീഗ് 3ാം സീസൺ സമാപിച്ചു. വിവിധ ടീമുകളിലായി 80ഓളം താരങ്ങൾ പങ്കെടുത്തു. സമാപന പരിപാടിയിൽ ജേതാക്കൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ഫുട്ബോളിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആനക്കുഴിക്കര സൂപ്പർ ലീഗിന്റെ 3ാം സീസൺ സമാപിച്ചു. ഫുട്ബോൾ പ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് 2023 ഈ ടൂർണമെന്റ് ആരംഭിച്ചത്. AT അഹമ്മദ് മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കായി നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ MC മൊയ്തീൻ റണ്ണേഴ്സ് ട്രോഫിക്കു വേണ്ടി 10ഓളം ടീമുകൾ മാറ്റുരച്ചു. വിവിധ ടീമുകളിൽ നിന്നായി 80ഓളം ഫുട്ബോൾ താരങ്ങൾ ഈ സൂപ്പർ ലീഗിൽ അണിനിരന്നു. 2023 ആനക്കുഴിക്കര സൂപ്പർ ലീഗ് എന്ന ISL ഇവിടെ ആരംഭിച്ചത്. ഇന്ന് സീസൺ 3യുടെ സമാപന ദിവസമാണ്. കഴിഞ്ഞ 2 വർഷം നമ്മൾ ഇതിന് ബാലൻസ് വരുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്ത് ആനക്കുഴിക്കര പ്രദേശത്തുള്ള ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കുക, എന്നിട്ട് അവർക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് പ്രധാന ലക്ഷ്യം. സമാപന സമ്മേളനത്തിൽ NM അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. കുറ്റിക്കാട്ടൂർ അർബൻ സൊസൈറ്റി പ്രസിഡന്റ് MC സൈനുദ്ദീൻ ടൂർണമെന്റ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള താരങ്ങളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ASL സീസൺ 3യുടെ മത്സര പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിന്റെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. മത്സരത്തിലെ വീറും വാശിയും ഒക്കെ വേണം. പുതിയോട്ടിൽ അബ്ദുൽ കരീം ആശംസകൾ അറിയിച്ചു. ഫവാസ് KP നന്ദി പ്രകാശിപ്പിക്കുകയും ഫസലു മുണ്ടോട്ട് സ്വാഗതം പറയുകയും ചെയ്തു. ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശകരമായ കാഴ്ച സമ്മാനിച്ച ഈ ടൂർണമെന്റ് യുവതാരങ്ങൾക്ക് ഒരു മികച്ച അവസരമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരള പദയാത്ര മെയ്